Hello everyone, welcome to Easy Learning YouTube channel. The name of my channel has been added by my name, and from now onwards the name of my channel will be Easy Learning by Rajesh MP. Today I am going to introduce you to SSLC chapter 5th part 1. It deals with culture and nationalism. The chapter deals with the important questions and solved answers. If you have not yet subscribed to my channel, please subscribe and share it with your friends. Now we can move on to the first part of the chapter, and the name of the chapter is Culture and Nationalism. The first important question of this chapter is, how did the British rule led to the growth of Indian nationalism? In order to understand the question and its answers, I shall explain in Malayalam also. ബ്രിട്ടീഷ് ഭരണം എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായിച്ചത് എന്നാണ് ചോദ്യം. നാഷണാലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി ദാറ്റ് എക്സിസ്റ്റ് എമംഗ് ദ പീപ്പിൾ ഓഫ് എ നേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ എക്സെട്ര. അതായത് ദേശീയത എന്ന് പറയുന്നത് നമ്മൾ ഒന്നാണ് എന്നുള്ള ഒരു ബോധം, ആ ബോധം ഒരു ജനങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിനെ ദേശീയത എന്ന് പറയും. എല്ലാ രാജ്യങ്ങളിലും ജാതിയുടെയും മതത്തിന്റെയും പ്രാദേശികതയുടെയുമായ ഭിന്നതകൾ ഉണ്ടാകുമെങ്കിൽ നമ്മൾ ഒന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സങ്കല്പം പറയുകയാണെങ്കിൽ വാസുദൈവ കുടുംബകം എന്ന് പറയുന്ന ശൈലിയിലുള്ള ഒരു ഏകതാ മനോഭാവം ഉണ്ടെങ്കിൽ ആ വികാരത്തെയാണ് ദേശീയത ഓർ നാഷണാലിസം എന്ന് പറയുന്നത്. There were several reasons for the growth of nationalism. പല പല കാരണങ്ങൾ ദേശീയത വളരാനായിട്ടുണ്ടായിരുന്നു. India witnessed two types of protest in ideological and cultural spheres. അതായത് ദേശീയത വളരാനായിട്ട് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ, അന്നത്തെ ഇന്ത്യക്കാർക്കിടയിൽ ആശയപരമായും സാംസ്കാരികപരമായും ഉള്ള മേഖലകളിലുള്ള രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ദേശീയത വളരുന്നതിന് സഹായിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. The protest against inequality, violations of rights and social evils which existed in the Indian society. അതായത് അതിന്റെ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് അസമത്വത്തിനെതിരെയുള്ള പ്രതിഷേധം, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൊരുതൽ, അല്ലെ അവകാശങ്ങൾ ലഭ്യമാകാത്തത് കൊണ്ടുള്ള എതിർപ്പ്, അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ ഈവിൾസ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള തിന്മകൾ, ഇതെല്ലാം ഇന്ത്യയുടെ സമൂഹത്തിൽ അനേകം നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്നു. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻസ് ഓഫ് ദ കൊളോണിയൽ ഫോഴ്സസ്. കൊളോണിയൽ ഭരണത്തിന്റെ സാമ്പത്തിക മേഖലയിലുള്ള ചൂഷണത്തിനെതിരെയുള്ള എതിർപ്പും ദേശീയത വളരാൻ സഹായിച്ചു. സോഷ്യോ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആൻഡ് അജിറ്റേഷൻസ് അറ്റ് വേരിയസ് ലെവൽസ് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് സോഷ്യൽ ലൈഫ്, പ്രസ്, എഡ്യൂക്കേഷൻ, ലിറ്ററേച്ചർ, ആർട്ട് എക്സെട്ര. അതായത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഇന്ത്യക്കാരുടെ പ്രതിഷേധങ്ങൾ, ഇതെല്ലാം ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തെയും അന്നത്തെ പത്രമാധ്യമങ്ങളെയും സാഹിത്യത്തെയും കലയെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ഒക്കെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. സോഷ്യോ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആൻഡ് അജിറ്റേഷൻസ് അറ്റ് വേരിയസ് ലെവൽസ് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് സോഷ്യൽ ലൈഫ്, പ്രസ്, എഡ്യൂക്കേഷൻ, ലിറ്ററേച്ചർ, ആർട്ട് എക്സെട്ര. ഒന്നും കൂടെ അത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. British realized that to strengthen their rule, the socio-cultural linguistic aspects of India have to be thoroughly understood. അതായത് ബ്രിട്ടീഷുകാര് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക ഭാഷാപരമായ ഒരു പൈതൃകത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാതെ ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ഭരണത്തെ മുന്നോട്ട് നയിക്കാൻ ആവുകയില്ല എന്നവർ തിരിച്ചറിയുകയാണ്. They learned about Indian society from the works in Sanskrit and Persian and by translating them. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്കൃത ഭാഷ, പേർഷ്യൻ ഭാഷ എന്നിവ അവരുടെ ഭാഷയിലേക്ക്, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തെടുക്കുന്ന ഒരു രീതി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുകയുണ്ടായി. Several institutions were established in different parts of India for educating their officers about India. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചൊരു ധാരണ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കിടയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി പല
സ്ഥാപനങ്ങളും ബ്രിട്ടീഷുകാർ ആരംഭിക്കുകയുണ്ടായി. These factors led to the growth of nationalism among Indians. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ബ്രിട്ടീഷ് ഭരണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സമ്പ്രദായങ്ങളാണ്. പക്ഷേ ഇതെല്ലാം മറ്റൊരു തരത്തിൽ നമ്മുടെ രാജ്യത്ത് ദേശീയത വളർത്തിയെടുക്കുവാൻ സഹായിച്ചു എന്നുള്ളതാണ് സത്യം. The important institutions that were established by the British are mentioned in this slide. Asiatic Society of Bengal was started by William Jones. William Jones ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി തുടങ്ങി. The picture of this society is also shown in this slide. Then the Calcutta Madrasa was started by Warren Hastings. Benares Sanskrit College by Jonathan Duncan. ഇത് മൂന്നുമായിരുന്നു പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ. Now we can move on to the second question of this chapter. It's about evaluate how the changes in education influenced the emergence of Indian nationalism. അതായത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള എന്തെല്ലാം മാറ്റങ്ങളാണ് ഇന്ത്യൻ ദേശീയത വളരുന്നതിന് സഹായിച്ചതെന്നാണ് ഈ ചോദ്യത്തിൽ നമ്മൾ ചോദ്യത്തിന് ഉത്തരമായി പഠിക്കുന്നത്. The British introduced English education in 1935 to nurture a fraction of Indian society that would support Britain. ഇംഗ്ലീഷുകാർ യഥാർത്ഥത്തിൽ 1935 ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കി. 1935 നമ്മൾ അത് ഓർത്തു വെക്കേണ്ട വർഷമാണ്. ഇത് എന്തിനു വേണ്ടിയായിരുന്നു? ടു നർച്ചർ എ ഫ്രാക്ഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ ജനങ്ങൾക്കിടയിലുള്ള ഒരു വിഭാഗത്തെ ബ്രിട്ടൻ അനുകൂലമായ രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ഭാഷാ പഠനം ഇന്ത്യയിൽ അവർ നടപ്പിലാക്കിയത്. ഇറ്റ് വാസ് ലോർഡ് മക്കോളെ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിയത് ലോർഡ് മക്കോളെയാണ്. His famous caption, which denotes the ideology in which English education was imparted, can be really understood by this caption. അതായത് എന്തായിരുന്നു ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് വഴി ഉദ്ദേശിച്ചിരുന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്കറിയാം. Our aim is to create a class of persons, Indians in blood and in color, but English in taste, in opinion, in morals and in intellect. അതാണ്. അപ്പോൾ ഇംഗ്ലീഷ് സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയതിന്റെ വ്യക്തമായിട്ടൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, പ്ലാനോട് കൂടിയാണ് അവർ നടപ്പിലാക്കിയത്. എന്തിനാണ്? ടു ക്രിയേറ്റ് എ ക്ലാസ് ഓഫ് പേഴ്സൺസ്, ഒരു പ്രത്യേക തരത്തിലുള്ള ജനവിഭാഗത്തെ ഇന്ത്യക്കാർക്കിടയിൽ വളർത്തിയെടുക്കുക. ദേ വിൽ ബി ഇന്ത്യൻസ് ഇൻ ബ്ലഡ് ആൻഡ് ഇൻ കളർ. യഥാർത്ഥത്തിൽ അവർ ഇന്ത്യക്കാർ തന്നെയാണ്, ഇന്ത്യൻ പൈതൃകം ഉൾക്കൊള്ളുന്നവരാണ്. ആ നിറവും ചോരയും നീരുമെല്ലാം ഭാരതത്തിന്റെ തന്നെയായിരിക്കും. ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, അതാണ് അവർക്ക് ഇംഗ്ലീഷ് സംസ്കാരത്തോട്, ഇംഗ്ലീഷ് ജീവിത രീതിയോട്, ഭാഷയോട് താല്പര്യമുള്ള ആളുകളായിരിക്കും ഈ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നവർ. ഇംഗ്ലീഷ് ഇൻ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും തീർച്ചയായും ഇംഗ്ലീഷ് സംസ്കാരത്തിന്, ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരുടെ സംസ്കാരത്തിന് അനുയോജ്യമായിരിക്കും. ഇൻ മോറൽസ്, ധാർമ്മികത, ഇംഗ്ലീഷ് ധാർമ്മികതയെ ഫേവർ ചെയ്യുന്നവരായിരിക്കും. ആൻഡ് ഇൻ ഇന്റലക്ട്, അവരുടെ ബൗദ്ധിക നിലവാരവും ഇംഗ്ലീഷുകാരോട് വിധേയത്വമുള്ള, ഇംഗ്ലീഷ് അനുഭാവപൂർണ്ണമുള്ളതായിരിക്കും എന്നുള്ളതാണ്. They introduced it with certain objectives. ഇംഗ്ലീഷ് ഭാഷാ സമ്പ്രദായം, ഭാഷാ ശൈലി, വിദ്യാഭ്യാസ സമ്പ്രദായം ചില പ്രത്യേക ഉദ്ദേശങ്ങളോട് കൂടിയായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. By the 19th century, English culture and ideologies began to intrude into Indian society. അതായത് 19ാം നൂറ്റാണ്ടിന് തുടക്കം മുതൽ വൈദേശിക സംസ്കാരം, ആംഗലേയ സംസ്കാരം, ആശയങ്ങൾ ഇവയെല്ലാം ഭാരതീയ സമൂഹത്തിലേക്ക് കടന്നു കയറിയതായിട്ട് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. Some Indian leaders found it necessary to resist this cultural invasion. അപ്പോൾ ഇന്ത്യയിലെ അന്നത്തെ ചില നേതാക്കൾക്ക് ഇതിന്റെ പരിണത ഫലത്തെക്കുറിച്ച്, ദുരിതപൂർണമായ പരിണത ഫലത്തെക്കുറിച്ച്, ദുരന്തമാകുമെന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ദീർഘവീക്ഷണം ഉണ്ടാവുകയും അവര് ഇത്തരത്തിലുള്ള പ്രവണതയെ തടയുവാൻ ശ്രമിക്കുകയും ഉണ്ടായി. അത് അനിവാര്യമാണ് എന്ന് അവർ റിയലൈസ് ചെയ്യുകയും മനസ്സിലാക്കുകയും ഉണ്ടായി. They tried to reform social customs and rituals prevailed in the country, thereby to defend the invasion of the English culture. അപ്പൊ അവരെന്ത് ചെയ്തു? അതിനുവേണ്ടി സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ, ഭാരതീയ സമൂഹത്തിൽ നിലനിരുന്ന ആചാരങ്ങളും സാമൂഹ്യ ആചാരങ്ങളും അതുപോലെ മാമൂലുകളിലും എല്ലാം ചില മാറ്റങ്ങൾ, ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നിർബന്ധിതരായി.
അതിനായി അവർ തയ്യാറെടുത്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇത്തരത്തിലുള്ള വൈദേശിക സാംസ്കാരിക ആധിപത്യത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട്. It motivated to protest against inequalities and violation of rights and created a sense of unity among the people. അപ്പോൾ എന്താണ്? ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ ഒരു പ്രത്യേകമായ ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനം ഉണ്ടായി. എന്തിനായിരുന്നു? അസമത്വത്തിനെതിരെ, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്കായിട്ട്, ഒരു ഏകതാ മനോഭാവം വളർത്തിയെടുക്കുന്നതിനായിട്ട് ഒക്കെ ഇത് ജനങ്ങൾക്കിടയിൽ ഒരു തരംഗം സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം. Now we can move on to the third question of this video, that is, how did the social reforms influence nationalism? ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച സാമൂഹ്യ പരിഷ്കാരങ്ങൾ എപ്രകാരമാണ് ഇന്ത്യൻ ദേശീയതയെ സ്വാധീനിച്ചത്? Important social reforms of 19th century led to the growth of nationalism. 19ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കാരങ്ങളെല്ലാം ദേശീയത വളരുന്നതിന് വളരെയധികം സഹായിച്ചു. Their important objectives were, അവയുടെ പ്രധാന ഉദ്ദേശങ്ങൾ, ഇതൊന്നും എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ നടപ്പിലാക്കുകയോ യാദൃച്ഛികമായി സംഭവിക്കുകയോ ഉണ്ടായതല്ല, മറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടെ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ഇന്ത്യൻ നേതാക്കൾ നടപ്പിലാക്കിയവയായിരുന്നു. The most important objectives were to eradicate evils and superstitions that exist in the Indian society. അതാണ് ഇന്ത്യയിൽ നിന്ന് നിലവിലിരുന്ന പലവിധമായിട്ടുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ഇതിനൊക്കെ ഒന്ന് ഉന്മൂലനം ചെയ്യുന്നതിനായി, ഇത് ഭാരതത്തിന്റെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട്, അകറ്റി നിർത്തുന്നതിനായിട്ട്, ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കാരങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഈ നേതാക്കൾ നടപ്പിലാക്കിയത്. ഇത് ദേശീയതയ്ക്ക് വളരുന്നതിന് നിദാനമായി എന്നുള്ളതാണ് ചരിത്രം. To ensure equal civil rights to education, travel and dress code. To ensure, ഉറപ്പുവരുത്താൻ. എന്ത് ഉറപ്പുവരുത്താൻ? സിവിൽ റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എല്ലാ ജനങ്ങൾക്ക് കിട്ടുന്നത് ഒരു അവകാശമായിട്ട്, അവരുടെ പൗരാവകാശത്തിൽ പെട്ടതാണ്. എവിടെയും യാത്ര ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ഏത് വസ്ത്രവും സ്വീകരിക്കാൻ, ഏത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, ജാതി മത വർഗഭേദമന്യേ വിദ്യാഭ്യാസം നേടുന്നതിന്, യാത്ര യഥേഷ്ടം നടത്തുന്നതിന്, ഇഷ്ടമുള്ള വസ്ത്രധാരണം നടത്തുന്നതിനൊക്കെ സാമൂഹ്യ പരിഷ്കാരം അനിവാര്യമാണ് എന്നുള്ള തലത്തിലേക്ക് എത്തി. Continuing with this answer to this question, the social reformers tried to revolutionize the Indian society by advancing the following proposals. ഇതിനു വേണ്ടിയിട്ടായിട്ട് അവർ ചില പദ്ധതികൾ, ചില പ്രൊപ്പോസൽസ്, ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. The first one, to eradicate caste system. നമുക്കറിയാം ഭാരതീയ സാമൂഹ്യ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയാണ്. ഇത് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതിന് കാരണമായി എന്നുള്ള സത്യം ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, നേതാക്കൾ തിരിച്ചറിയുകയും അതിനായി ശ്രമിക്കുകയും ചെയ്തു. ജാതി വ്യവസ്ഥ മാറ്റുന്നതിനായിട്ട്, ജാതി ഭേദങ്ങൾ അകറ്റുന്നതിനായിട്ട്. രണ്ടാമത്തെ എന്താണ്? To protect the rights of all. എല്ലാ ജനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. മൂന്നാമതോ, to eliminate discrimination against evil. നമുക്കറിയാം മരുമക്കത്തായം പോലുള്ള സമ്പ്രദായങ്ങളിൽ യഥാർത്ഥത്തിൽ പുരുഷാധിപത്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു, ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിരുന്നു ഇന്ത്യൻ സൊസൈറ്റി നൂറ്റാണ്ടുകളായിട്ട്. കുടുംബത്തിലെ, സമൂഹത്തിലെ സ്ത്രീകളെ രണ്ടാം നിര പൗരന്മാരായി മാത്രം കാണുന്ന ഒരു പ്രവണത നിലനിന്നിരുന്നു. അങ്ങനെ സ്ത്രീകൾക്കെതിരെ വിവേചനം കാണിക്കുന്നത് മാറ്റേണ്ടുന്ന ആവശ്യകതയാണ് എന്ന് ഈ സാമൂഹ്യ നേതാക്കൾ ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തി. അതിനായി അവർ പ്രയത്നിച്ചു. To provide education to all. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ലോകത്ത് എന്ത് നടക്കുന്നു, ഇത് നമ്മുടെ സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതെല്ലാം വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടിയെങ്കിൽ മാത്രമേ ഒരു അവബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുവാനും വളർത്തിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ. To promote widow remarriage. വിധവകൾക്ക് പുനർവിവാഹം ചെയ്യുക എന്നുള്ള അവരുടെ ഒരു അവകാശമാണ് എന്നും അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നും ഉള്ള ഒരു പ്രപ്പോസൽ. അഞ്ചാമത്തേത് അതാണ്. The sixth one, to abolish child marriage and eliminate the supremacy of the clergy. Abolish child marriage. നമുക്കറിയാം ബാലവിവാഹം 19ാം നൂറ്റാണ്ട് വരെ എന്നല്ല 20ാം നൂറ്റാണ്ടിൽ പോലും അപൂർവമല്ലായിരുന്നു. അത് ഒരു സ്ഥിരം പ്രവണതയിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ അന്നേ നടന്നിരുന്നു. മാത്രമല്ല പൗരോഹിത്യത്തിന്റെ സാധാരണ കവിഞ്ഞുള്ള മേധാവിത്വം, അതാണ്
അത് ഒഴിവാക്കേണ്ടതാണ്. പുരോഹിതന്മാർ അല്ലെങ്കിൽ ബ്രാഹ്മണത്വത്തിന്റെ മേൽക്കോയ്മ അതും സമൂഹത്തിന്റെ ജീർണതയ്ക്ക് കാരണമാണ് എന്ന് തിരിച്ചറിയുകയും അത് മാറ്റുന്നതിന് വേണ്ടി യത്നിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ പ്രതിബദ്ധത ഈ പറയുന്ന വിധത്തിൽ അന്നത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നടപ്പിലാക്കിയിരുന്നു. The major social reform movements ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സുകൾ? പലവിധ ഓർഗനൈസേഷൻസും പലവിധ സൊസൈറ്റീസും ഫോം ചെയ്യപ്പെട്ടു. ഏതൊക്കെയാണെന്ന് നമുക്ക് we can look at a glance. The mentioning of 8 or 10 societies can be found in this and the following slides. Their interests or the reformers and their ideologies are being explained or rather being thrown light in these slides. The first one is the Brahma Samaj. It was founded by Rajaram Mohan Roy. He was one of the pioneers of Indian social reform. നമ്മൾ എക്കാലവും വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴും ഒക്കെ ഓർക്കണം, SLC എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കണം, എപ്പോഴും ഇന്ത്യയുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ 19ാം നൂറ്റാണ്ടിൽ പ്രമുഖമായ ഒരു സ്ഥാനം വഹിക്കുന്ന അതിന്റെ തുടക്കക്കാരനെന്നും അഗ്രഗണ്യനെന്നും ഒക്കെ പറയാവുന്ന വ്യക്തിയാണ് Rajaram Mohan Roy. He started Brahma Samaj. The main ideology or the main intention was to oppose caste system. ജാതി വ്യവസ്ഥയെ ഈ ബ്രഹ്മ സമാജം രാജാറാം മോഹൻ റോയ് ഈ ബ്രഹ്മ സമാജത്തിലൂടെ അതിനെതിരെ പൊരുതുകയുണ്ടായി. സതി വാസ് ഓൾസോ ഒപ്പോസ്ഡ്. അറിയാം, ഭർത്താവ് മരണപ്പെടുമ്പോൾ ഭാര്യ അദ്ദേഹത്തിന്റെ ചിതയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത, ആ സാമൂഹ്യ തിന്മയ്ക്കെതിരെയും ബ്രഹ്മ സമാജ് പൊരുതിയിരുന്നു. പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ എമംഗ് വിമൻ. സ്ത്രീകൾക്കിടയിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പകർന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുക. The other important movement or the organization was Sharada Sadan. It was really the effort of Pandita Ramabhai. She started Sharada Sadan to promote women education. നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അന്നത്തെ മറ്റൊരു പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവായ പണ്ഡിത രമാഭായി ശാരദാ സദൻ ആരംഭിക്കുകയുണ്ടായി. Now we can study about Arya Samaj. It was founded by the saint Dayananda Saraswati. Dayananda Saraswati Arya Samaj തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? It campaigned against idol worship and child marriage. ബാലവിവാഹത്തിനെതിരെയും അതുപോലെ ഐഡൽ വർഷിപ്പ് വിഗ്രഹാരാധനയ്ക്കെതിരെയും ക്യാമ്പയിൻസ് ഈ ആര്യ സമാജ് സംഘടിപ്പിച്ചു. Then comes the Ramakrishna Mission, which was founded by the disciple of Sri Ramakrishna. It was the one and only Swami Vivekananda. നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? വ്യക്തമായ ഒരു സാമൂഹ്യ പരിഷ്കാരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ്. It opposed caste system and social evils. ജാതി വ്യവസ്ഥയും സാമൂഹ്യ തിന്മകൾക്കെതിരെയും ഈ രാമകൃഷ്ണ മിഷനിലൂടെ സ്വാമി വിവേകാനന്ദൻ ശക്തമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിരുന്നു. It propagated the concepts of liberty, equality and freedom of thought. അതാണ് രാമകൃഷ്ണ മിഷനിലൂടെ ചില ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ ആ സംഘടന പിന്നീടും ഇപ്പോഴും ശ്രമിക്കുന്നു. എന്തൊക്കെയാണ്? To propagate the concepts of liberty, equality and freedom of thought. സ്ഥിതി സമത്വവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും സ്വതന്ത്രമായ ചിന്താ ശൈലിയുമെല്ലാം യഥാർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷനിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു. Then comes Aligarh movement. It was founded by Sri Syed Ahmad Khan. It advocated for social and educational upliftment of Indian Muslims. നമ്മുടെ സമൂഹത്തിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും വളർച്ച ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ സയ്യദ് അഹമ്മദ് ഖാൻ അലിഗഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സംഘടനയും സ്ഥാപിച്ചതായിട്ട് നമുക്കറിയാം. Continue with this with the important social reform movements. Now we can study about Prarthana Samaj, and it was founded by Atmaram Pandurang. He campaigned, or the organization campaigned, for interdining, intercaste marriage, widow remarriage and uplift of women and backward classes. അതായത് ആത്മാരാം പാണ്ഡുരംഗ് എന്ന് പറയുന്ന മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവ് അദ്ദേഹം പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ഏറ്റവും പ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത് പന്തിയിൽ ഒന്നിച്ചിരുന്ന് മിക്സ് ചെയ്തുള്ള ഭോജനം, ജാതിമത ചിന്തകളാൽ
അകറ്റപ്പെട്ട ഇന്ത്യൻ സമൂഹത്തിന് ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു വേദി ഒരുക്കുക. അതിനു വേണ്ടിയിട്ട് എന്താണ് പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയുണ്ടായി. ഇന്റർകാസ്റ്റ് മാരേജ്, ജാതി വ്യവസ്ഥകളിൽ നിന്ന് വേർതിരിഞ്ഞ് ജാതികൾ തമ്മിലുള്ള വിവാഹങ്ങൾ, വിഡോ റീമാരേജ്, വിധവകൾക്ക് പുനർവിവാഹം, അതുപോലെ തന്നെ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസ്, താഴ്ന്ന ജാതിയിൽപ്പെട്ട എല്ലാവർക്കും സ്ത്രീകൾക്കും വളർച്ചയ്ക്ക് വേണ്ടി ഉള്ള വഴികൾ, പ്രവർത്തനങ്ങൾ പ്രാർത്ഥനാ സമാജ് നടപ്പിലാക്കിയുണ്ടായി. Then Annie Besant founded Theosophical Society in order to research Hindu remarriage. ഹിന്ദുക്കളുടെ ഹൈന്ദവർക്കിടയിൽ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആനി ബെസന്റ് എന്നുള്ള ഇംഗ്ലീഷുകാരിയായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് തിയോസോഫിക്കൽ സൊസൈറ്റി ആരംഭിക്കുകയുണ്ടായി. Now we can study about the self-respect movement, and it was started by E.V. Ramaswamy Naicker. E.V. രാമസ്വാമി നായ്ക്കർ എന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ ആളാണ്. അദ്ദേഹം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഘടന ആരംഭിച്ചു. ഇതിനു വേണ്ടിയിട്ടായിരുന്നു. In order to oppose Brahmanical supremacy and caste system, ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും അതിനെതിരെ പൊരുതുക, അതിനെ എതിർക്കുക, സാമൂഹ്യ സമത്വം, സ്ഥിതി സമത്വം വരുത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഈ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നത്. Then we are coming to the extreme south, that is Sri Narayana Dharma Paripalana Yogam, which was started by the one and only Sri Narayana Guru. കേരളത്തിലെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ശ്രീനാരായണ ഗുരു SNDP ആരംഭിച്ച കാര്യമാണ് പറയുന്നത്. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? As we all know, it opposed caste system and other evil practices. It advocated for social and economic progress of the backward classes. സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ പിന്നോക്കം നിൽക്കുകയായിരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് മുന്നോട്ട് വരുവാനും അവരുടെ വളർച്ചയ്ക്ക് സഹായമാകുവാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ സാമൂഹ്യ ആചാര്യനും പരിഷ്കർത്താവുമായ ശ്രീനാരായണ ഗുരു SNDP-യിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. Thus, we have come to the conclusion of part 1 of chapter 5th of history. Thank you all for watching this video. Please share and subscribe.